തലേ ദിവസം രാത്രി കൺഫേം ആക്കിയ ഒരു വർക്കാണ് ഇന്നത്തേത്. ഹായ് ഹലോ, ദിസ് ഇസ് മീറൈഹ ഫ്രം കാസർഗോഡ്. ഇന്ന് എനിക്ക് പാർട്ടി തന്നെയാണ് ചെയ്യാനുണ്ടായിരുന്നത്. ലൊക്കേഷൻ വരുന്നത് ചെറുവത്തൂരാണ്. രാവിലെ 7:30 മണിന്റെ ട്രെയിനിലാണ് നമ്മൾ ചെറുവത്തൂരിലേക്ക് പോയത്. എന്റെ കൂടെ വേറൊരു ആർട്ടിസ്റ്റും കൂടി ഉണ്ട് കേട്ടോ. ഏകദേശം 8:30 മണിയാകുമ്പോഴേക്കും നമ്മൾ ചെറുവത്തൂർ സ്റ്റേഷനിലേക്ക് എത്തി. അവിടെ നിന്ന് 15 മിനിറ്റ് ഉണ്ട് ലൊക്കേഷനിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. അവർക്ക് ഈവനിങ് ഫംഗ്ഷൻ ഉണ്ടായതുകൊണ്ട് തന്നെ എത്രയും വേഗം തന്നെ മെഹന്തി ഇടാനായിരുന്നു പ്ലാൻ ചെയ്തത്. 2-3 മാസം മുമ്പ് നമ്മള് ഇവരുടെ വീട്ടിന്റെ അടുത്തുള്ള ഒരു കല്യാണത്തിന് ഗസ്റ്റ് ഹെന്ന ചെയ്യാൻ വേണ്ടി പോയിരുന്നു. അവിടെ കണ്ടിട്ടാണ് അവർ നമ്മളെ കോണ്ടാക്ട് ചെയ്തത്. നമ്മളെ വീട്ടിലെത്തി. ബ്രൈഡിന് കുറച്ച് സമയം ഒന്ന് കാത്തിരുന്നു. ആ സമയത്ത് നമുക്ക് ചായയും പലഹാരങ്ങളൊക്കെ തന്നു. ബ്രൈഡ് റെഡി ആയതിനു ശേഷം വീണ്ടും കൺഫ്യൂഷൻ. മെഹന്തി ബ്രൈഡിന്റെ വീട്ടിൽ നിന്ന് ഇടണോ അതോ ബ്രൈഡിന്റെ സിസ്റ്ററിന്റെ വീട്ടിൽ നിന്ന് ഇടണോ? അങ്ങനെ ഫൈനലി ബ്രൈഡിന്റെ സിസ്റ്ററിന്റെ വീട്ടിൽ നിന്ന് തന്നെ ഇടാന്ന് തീരുമാനിച്ചു. നമ്മൾ നേരെ ബ്രൈഡിന്റെ സിസ്റ്ററിന്റെ വീട്ടിലേക്ക് പോയി. തൊട്ടടുത്ത് തന്നെയായിരുന്നു ബ്രൈഡിന്റെ സിസ്റ്ററിന്റെ വീട്. ഒട്ടും സമയം കളയാതെ തന്നെ ബ്രൈഡൽ ഹെന്ന സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ പാർട്ടി ഹെന്നയ്ക്കുള്ള ആൾക്കാരൊന്നും എത്തിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ അവിടെയും പോസ്റ്റായി. ഒരു മണിക്കൂർ കഴിഞ്ഞാണ് ഞാൻ എന്റെ വർക്ക് ഈ ഒരു ഡിസൈൻ ആണ് ചൂസ് ചെയ്തത്. 2 കൈയിലേക്കും സെയിം ഡിസൈൻ മതി എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ അതുപോലെ തന്നെ ഞാൻ ചെയ്തു കൊടുത്തിരുന്നു കേട്ടോ. ഏകദേശം അരമണിക്കൂർ എടുത്താണ് ഈ 2 സൈഡും ഞാൻ കംപ്ലീറ്റ് ചെയ്തത്. ഫുഡൊക്കെ കഴിച്ചിട്ടാണ് ബാക്കിയുള്ളവർക്ക് ഞാൻ ഇട്ടുകൊടുത്തത്. അങ്ങനെ ഓരോരുത്തരായി വന്നു. അവർക്ക് വേണ്ട ഡിസൈൻ അതുപോലെ തന്നെ ഞാൻ ചെയ്തു കൊടുക്കാൻ ശ്രദ്ധിച്ചു. ബ്രൈഡിന്റെ സിസ്റ്ററിന് ചെയ്തു കൊടുത്ത ഒരു ഡിസൈൻ ആണ്. ഒരു കയ്യിൽ ഈ ഒരു ഡിസൈൻ വേണം എന്ന് പ്രത്യേകം എല്ലാവരും പറഞ്ഞു. മറ്റേ സൈഡിൽ ഞാൻ എനിക്ക് ഇഷ്ടമുള്ള രീതിക്കാണ് ഞാൻ ഇട്ടത്. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടു. കുട്ടികളുടെ കയ്യിൽ മെഹന്തി ഇടാൻ ഇത്തിരി ടാസ്ക് ഉള്ള ഒരു പരിപാടി. മെഹന്തിന്റെ വീഡിയോ എടുക്കാനേ കുട്ടി സമ്മതിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. കുറച്ച് കഴിഞ്ഞപ്പോ മെഹന്തി ഫുള്ള് പോയിപ്പിച്ചിട്ടുണ്ടായി. അപ്പൊ ഇതാണ് നമ്മളുടെ ക്യൂട്ട് ബ്രൈഡ്. ഈ ഒരു ഡിസൈൻ ആണ് ബ്രൈഡ് ചൂസ് ചെയ്തത്. ഇതെന്റെ അവസാനത്തെ ക്ലയന്റ് ആയിരുന്നു. ഈ ഒരു ക്ലയന്റിനും സെയിം ഡിസൈൻ തന്നെ ആയിരുന്നു ഒരു സൈഡ് ഞാൻ ചെയ്തു കൊടുത്തത്, മറ്റേ സൈഡ് എന്റെ ഇഷ്ടത്തിന്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് അവിടുന്ന് ഇറങ്ങിയത്. ഈ ട്രെയിൻ മിസ്സായാലും ഇനി 7:30 ട്രെയിൻ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മൾ ഓടി പിടിച്ചാണ് ഈ 5 മണിക്കുള്ള ട്രെയിനിന് വേണ്ടി വന്നത്. 5 മണിക്കുള്ള ട്രെയിൻ എത്തുമ്പോഴേക്കും 5:30 മണി, ഏകദേശം 6:30 മണിയാവുമ്പോഴേക്കും നമ്മൾ കാസർഗോഡ് എത്തിയിരുന്നു. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം. ബൈ.